ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലചീന മൈസ്റ്റൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ, ഹാക്കിംഗ് വിത്ത് കുക്കിംഗ് ആണ് കേട്ടോ ഇന്നത്തെ പ്രത്യേകത. അപ്പോൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ നമ്മൾ അരിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഹാക്കിംഗ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുകയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നല്ലൊരു പ്ലാസ്റ്റിക് കവറാണ്. ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ഓൺ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ഞാൻ കാണിക്കുന്ന പോലെ കേട്ടോ, അതായത് അതിൻ്റെ ടിപ്പ് ഓപ്പൺ ആയിരിക്കും, സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്താണ് എടുക്കുന്നത്. നല്ല വൃത്തിയുള്ളതായിരിക്കണം പ്ലാസ്റ്റിക് കവർ. എല്ലാവരുടെ വീട്ടിൽ കാണും, അത് വലിയ പ്രശ്നമില്ല നമുക്ക് എടുക്കാൻ വേണ്ടി. നെക്സ്റ്റ് വന്നിട്ട് ഒരു ടിഫിൻ ബോക്സ് ആയിരിക്കണം, അത് സ്റ്റീലിൻ്റെ ആയിരിക്കണം. ഈ ബേസ് വന്നിട്ട് നല്ല റൗണ്ടും കൂടെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നേരെ നമുക്ക് അരിപ്പത്തിരി ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം. കൂടെ തന്നെ അരിപ്പത്തിരിയുടെ ഇൻഗ്രീഡിയൻസും കൂടെ കൈ വേണം കേട്ടോ. ആദ്യം തന്നെ 3/4 ഗ്ലാസ് അരിപ്പൊടി എടുക്കുക. അത് വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ. കൂടെ തന്നെ ഒരു പിടി തേങ്ങ, പിന്നെ വെള്ളം തിളയ്ക്കാനായിട്ട് നമ്മൾ വെച്ചു. ഇതിലേക്ക് 1 സ്പൂൺ ഓയിൽ ചേർക്കാതെ സൺഫ്ലവറോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും ആവാം. കൂടെ തന്നെ അരിപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ ഇടുക. ഒരു നുള്ള, നമുക്കറിയാമല്ലോ ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഒരു അളവിന് തന്നെ അങ്ങ് ഇടുക. അപ്പോൾ ഇത് ചെയ്യുന്ന അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഒരു കണക്കിലെന്ന് വെച്ചാൽ വെള്ളം കുറച്ചെടുത്ത് മാറ്റി വെക്കാനാണ്. കാരണം എന്ന് വെച്ചാൽ ഈ അരിപ്പത്തിരിയുടെ മാവ് ലൂസാവാൻ പാടില്ല, കുറച്ച് തിക്കായിട്ടിരിക്കണം. ആ ഒരു പരുവം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം കുറച്ച് വെള്ളം മാറ്റി വെച്ചാൽ അതൊരു സേഫ് സോൺ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് അമ്മ മാറ്റി വെച്ചിട്ട് അരിപ്പൊടി ഇങ്ങനെ ഇടുവാണ്. ഇടുമ്പം തന്നെ ഇങ്ങനെ ഒരു സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം കട്ട പിടിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഫ്ലെയിം സിമ്മിലോ അല്ലെങ്കിൽ സ്റ്റവ് ഓഫോ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ചൂടോട് തന്നെ മാവ് നല്ലതായിട്ട് ഇളക്കാൻ നോക്കണം. അപ്പോൾ മാവിൽ കുറച്ച് വെള്ളം കുറവാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് വെള്ളം ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരു മീഡിയം സൈസിലായിട്ട് നമ്മളിത് കുഴച്ചെടുക്കുക. ഈ സമയം തന്നെ നമ്മൾ നേരത്തെ തിരികെ വെച്ച തേങ്ങ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു എഫക്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല രുചിയായിരിക്കും. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് സ്പൂണിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ചൂടൊന്ന് ആറിയ ശേഷം നമുക്ക് കൈവച്ച് നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടും. ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു ടൈപ്പിൽ നമ്മളിത് കുഴച്ചെടുക്കണം. എടുത്തിട്ട് ചെറിയ ചെറിയ ബൗളുകളാക്കി ഒരു 5 മിനിറ്റ് വയ്ക്കുക. തണുത്തിട്ട് ഇത് ബൗളുകളാക്കാൻ പറ്റത്തുള്ളൂ. മാവ് അതിൻ്റെ സോഫ്റ്റ് ഇട്ട് ബൗളാക്കാൻ ചെറിയ ഉരുളകളാക്കി അപ്പോൾ ഫൈനലി നമ്മൾ 1 ഗ്ലാസ് മാവ് എടുത്തതിൽ ഇത്രയും ബോൾസാണ് കേട്ടോ കിട്ടിയത്. കാരണം അരിപ്പൊടി നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ അത് ഒരുപാട് ഇരട്ടിയാണ് ആവുന്നത്. അതാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ പരത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ ആദ്യം ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിലേക്ക് എണ്ണ തേക്കണം കേട്ടോ. നല്ല എണ്ണേൻ്റെ ഒരു മയം ആ കവറിനകത്ത് നമുക്ക് കാണണം. എന്നെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് അത് പരത്തിയെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അമ്മ അങ്ങനെ ആദ്യം ചെയ്തത് ചപ്പാത്തിമാരിൻ്റെ മണ്ടയിലാട്ടോ ഈ ഒരു കവർ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞങ്ങളത് മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ടാണ് കേട്ടോ ആക്കുന്നത്. അടുത്തത് വേണ്ടത് ടിഫിൻ ബോക്സിൻ്റെ ബേസാണ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത്. ഏറ്റവും മുകളിൽ വെച്ചിട്ട് ഒരു 2 or 3 ചുറ്റ് അത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. അത് മാറ്റുമ്പോൾ കണ്ടോ എന്നെ നല്ല സോഫ്റ്റായിട്ടാണ് അത് പരത്തി വന്നതിന് നല്ല റൗണ്ടും കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഹാക്കെന്ന് വെച്ചാൽ നമ്മൾ പലതും ചെയ്ത് നോക്കണം. ഈ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ബേസിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അടിയിലും ബേസായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ അത് ട്രൈ ചെയ്ത് നോക്കുവാണ് കേട്ടോ. സക്സസ് ആണ്, പക്ഷേ റൗണ്ട് ഒന്നും കറക്റ്റ് ആവില്ല. കുറച്ച് തിക്ക് പോലെയുള്ളൊരു ഷേപ്പാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ടിഫിൻ ബോക്സിൻ്റെ ബേസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നത്. ഇപ്പോൾ ചപ്പാത്തി പ്രസർ ചെയ്യുന്ന പോലെ തന്നെ ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് കൊടുക്കാനും കഴിക്കാനും പറ്റുന്ന ഒരു ഇതായിട്ട് തന്നെ വന്നു. അങ്ങനെ നേരെ ചുട്ടെടുക്കുവാണ്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു. ചൂടായ ശേഷം നമ്മളിത് ചുടുവാണ്. അപ്പോൾ എടുക്കാനൊക്കെ നല്ലത് സോഫ്റ്റാണ്, മയമൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഓയിലൊന്ന് തൊട്ട് കൊടുക്കുവാണ് കേട്ടോ. തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഓയിൽ ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റും. ഞാൻ ഒരു പഫിന് വേണ്ടി ചെയ്യുന്നതാണ്. 2 സൈഡൊന്ന് കുക്കാകുന്നവരെ തിരിച്ചു മറിച്ച് ഇടുക. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ. ഫൈനലി ഈ ആക്ക് ഉപയോഗിച്ചിട്ട് അരിപ്പത്തിരിയെല്ലാം ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ ചിക്കൻ കറിയായിട്ട് കഴിക്കാൻ പോകാനാണ്. എന്തായാലും ഒരു പ്രാവശ്യം ഈ ആക്ക് ഉപയോഗിച്ച് അരിപ്പത്തിരി നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖിലചീന മൈസ്റ്റർ.